ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു ഹൽവേൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതേപോലെ നിങ്ങളാരെങ്കിലും ഹൽവ ഉണ്ടാക്കിയിട്ടുണ്ടോ? അപ്പം അതിനു വേണ്ടി ഞാൻ ഏകദേശം ഒരു 1/2 കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കടലപ്പൊടി എടുത്തിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട്, നെയ്യ് എടുത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പും ബദാമുമാണ്. ചെറിയ തോതിലൊന്ന് മുറിച്ചിട്ടെടുത്തതാണ്. പിന്നെ ഏലക്കായ പൊടി കണ്ടല്ലോ. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇതാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതാക്കുന്നത് നമുക്ക് നോക്കിയാലോ. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഗ്യാസ് കത്തിക്കുന്നുണ്ട്, എന്നിട്ട് പാൻ അടുപ്പിൽ വെക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി ഒന്ന് ചൂടാക്കിയിട്ട് കടലപ്പൊടിയുടെ പച്ച മണം മാറുന്നത് വരെ നമുക്ക് ഒന്ന് വറുത്തെടുക്കണം. അത് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് എടുത്തോ. ഞാനിപ്പം കണക്കൊന്നും പറയുന്നില്ല. എൻ്റെ അടുത്ത് ഇപ്പോൾ 250 പൊടിയുണ്ട്. ഇത് മുഴുവൻ ഞാൻ എടുക്കുന്നില്ല, കുറച്ച് എടുക്കുന്നു. അത്രയേ ഞാൻ എടുത്തിട്ടുള്ളൂ. 250 അത്ര പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്കൊന്ന് വറുത്തെടുക്കണം. എന്നിട്ട് ഇതിനെ തണിയാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലിടണം. അപ്പോൾ കടലപ്പൊടി വറുത്തിട്ട് വരുമ്പോൾ നല്ലൊരു മണം വരും. പച്ച മണമൊന്ന് മാറുന്നവരെ നമുക്ക് വറുത്തെടുക്കാം. നല്ല വറുത്ത് നല്ല മണം വരും. ആ മണം വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കും. ഇപ്പം ഞാൻ സിമ്മിലാണ് വെച്ചിട്ടുള്ള, അധികം തീ കൂട്ടി വെച്ചിട്ടില്ല. ചെറിയ തീയിൽ വേണം ഇത് വറുത്തെടുക്കാൻ, ഇല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു വരും കടലപ്പൊടിയല്ല. നല്ല മണം വരും. ആ സമയത്ത് ഞാനിത് ഓഫാക്കുന്നില്ല, സിമ്മിലാക്കിയിട്ട് തന്നെ വെച്ചിട്ട് ഇതിനെ മാറ്റിയിട്ട് അടുത്ത പരിപാടി നോക്കും. അടുത്ത നമുക്ക് ക്യാരറ്റാണ് പിന്നെ ഇതേപോലെ വഴറ്റിയെടുക്കുന്നത്. ഇത് വറുത്തതിൻ്റെ ശേഷം ഇതാണ് പരിപാടി. ഇത് വറുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഗൈസ് നല്ല അടിപൊളിയായിട്ട് മണം വന്നിട്ടുണ്ട്. ഞാനിത് ഓഫാക്കുന്നില്ല, പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാ ഞാൻ തണിയാൻ ഈ പ്ലേറ്റിലേക്ക് എടുത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് പാൻ ആദ്യം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ചു. ഇനി നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റിനെ നല്ലോണം നമുക്ക് ഇളക്കിയിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് നേരം വേണം ഇതൊന്ന് വെന്ത് വരണ്ടേ നമ്മളെ ക്യാരറ്റ്. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. ഗൈസ്, ഇതാ കുറച്ച് നമ്മളെ ക്യാരറ്റ് ഒന്ന് വെന്ത പോലെ ആയിട്ടുണ്ട്. അപ്പം ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. കുറച്ച് പാല് ചേർക്കണം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് പാലെടുത്തിട്ടുണ്ട്. കുറച്ച് പാലൊഴിച്ച് അപ്പം എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. അപ്പോൾ പറയാൻ വിട്ടുപോയതാണ്, എടുത്ത് വെച്ച് ദൂരെയായിട്ട്. എൻ്റെ ഓർമ്മക്കുറവാണ്, എല്ലാവരും ക്ഷമിക്കൂ. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് മധുരത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ ക്യാരറ്റ് വേകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇത് അടച്ചു വെക്കുന്നുണ്ട്. ഒന്നതാടുന്ന് വേവട്ടെ. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ക്യാരറ്റ് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക ആവശ്യത്തിന്. എത്രയാണോ മധുരം വേണ്ടത് അത്രയും ഇട്ട് കൊടുക്കുക. ഞാനിപ്പം കുറച്ചിട്ടുണ്ട്. 500 പഞ്ചസാരയാണ്, 250 അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. നല്ലോണം വഴറ്റിയെടുക്കുക. പഞ്ചസാരയും ക്യാരറ്റും എല്ലാം കൂടി നല്ലോണം വഴന്ന് വരട്ടെ. ഇപ്പം ഇനി ഞാൻ കുറേശ്ശെ കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ ഇട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. സിമ്മിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം കൂടി ഇതായി. അപ്പം എല്ലാം നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പം ബാക്കിയുള്ള പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം കൂടി ഞാൻ ഇളക്കി യോജിപ്പിക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. കടലപ്പൊടി, ക്യാരറ്റ്, പഞ്ചസാര എല്ലാം കൂടി നല്ല അടിപൊളിയായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. തീ സിമ്മിലാക്കിയിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ ഇതാ ഞാൻ ഏലക്കായേൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നതാണ്. പിന്നെ നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ്, ബദാം എടുത്ത് വെച്ച് അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് നല്ലോണം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഏതായാലും കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, അധികം ഒഴിക്കുന്നില്ല, കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. നല്ല കണ്ടീഷനായിട്ടൊന്ന് ആ നെയ്യിൻ്റെ ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ടെല്ലാം കൂടി ഇളക്കട്ടെ. അപ്പോൾ ഇതാ എൻ്റെ ഹലുവ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഹലുവയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടാ ഇതാ. അപ്പം ഞാനിത് പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ട, ഇതിൻ്റെ അകത്തേക്ക് ഞാൻ മാറ്റട്ടെ. അപ്പോൾ ഞാൻ തീ ഓഫാക്കി. ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാൻ ഇതിൻ്റെ അകത്തേക്കാണ് ആക്കിയിട്ടുള്ളത് ഗൈസ്. അപ്പം നമ്മുടെ ക്യാരറ്റും കടലപ്പൊടിയും കൊണ്ടുള്ള ഹലുവ ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്പൂണിൻ്റെ അടിയിലൊന്ന് നെയ്യ് തടവിയിട്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കണ്ടീഷനായിട്ട് അവർ ലെവലായിട്ട് നിന്നോളും. അപ്പോൾ പിന്നെ അവർ ഇടത്തേക്ക് നീങ്ങിപ്പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ശരിക്കും കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കറണ്ട് പോയിട്ടാണ് ഉള്ള വെളിച്ചത്തിന് ആക്കിയെടുക്കുന്നതാണ്. ഇതാ കണ്ട, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ട, ക്യാരറ്റും കടലപ്പൊടിയും കൊണ്ടുള്ള ഹലുവ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.